പിണറായി വിജയന്റെ വീട്ടിൽ വന്ന് രാഷ്ട്രീയം കളിക്കാൻ യജമാനൻ പറഞ്ഞുവിട്ട ഇഡിക്ക് തലസ്ഥാനത്തെ സഖാക്കന്മാർ കൊടുത്ത ആദരവിന്റെ ഭാഗമായിട്ട് ആ കേസിൽ ഉൾപ്പെട്ട IP ബിനു ഇപ്പോൾ കീഴടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസമായിട്ട് സംഘി പേജുകളിലെല്ലാം IP-യുടെ ഫോട്ടോ വെച്ചുകൊണ്ട് ED അധികൃതരെ കൊല്ലാൻ ശ്രമിച്ചവർ നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടാണ് ഈ കോഴിമുട്ട എറിയുകൊണ്ട് ED ഉദ്യോഗസ്ഥർ മരിക്കുന്നു എന്ന് കേട്ടില്ലേ. അതായത് ഈ ഉദ്യോഗസ്ഥരുടെ രാഷ്ട്രീയം കളിക്കാൻ വന്ന ഇന്ത്യയിൽ ആകമാനം വാഷിംഗ് മെഷീനുമായിട്ട് BJPക്ക് വേണ്ടി നടക്കുന്ന അതേ ED ഉദ്യോഗസ്ഥർ അവർ കേരളത്തിൽ വന്നിട്ട് പിണറായി വിജയന്റെ വീട്ടിൽ കയറിയിട്ട് പോകുമ്പോൾ അതിൻ്റെ വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടായി. വൈകാരികമായിട്ടുള്ള പ്രതികരണം എന്ന് പറഞ്ഞാൽ കൈവച്ച് വണ്ടിയുടെ വാഹനത്തിന്റെ ഗ്ലാസ് അടിച്ച് പൊട്ടിച്ചു. അതിൻ്റെ ഇടയിൽ ഒരു ഇഷ്ടിക ആരോ എടുത്തെറിഞ്ഞു, അത് വന്നു, അതെടുത്ത് ആ ഗ്ലാസ്സിൽ അടിച്ചു, വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചു. ഇതാണ് അവിടെ നടന്നത്. ഇതൊക്കെ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ആദ്യമായിട്ട് എന്തുവാണ് ഒരു കാറിന്റെ ചില്ല് പൊട്ടുന്നത് പോലെയാണ് നമ്മുടെ സംഘികളും കോൺഗ്രസ്സുകാരും അവരാൽ റിക്രൂട്ട് ചെയ്യപ്പെട്ട മീഡിയ അടിമകളായിട്ടുള്ള സംഘി മനസ്സും കോൺഗ്രസ് മനസ്സുകാരൊക്കെ അവതരിപ്പിക്കുന്നത്. ED എന്തോ ചക്രവർത്തി അയച്ച ഭടന്മാരാണ്, അവരുടെ മുന്നിൽ പ്രതിഷേധിക്കാൻ പാടില്ല, കുമ്പിട്ട് നിൽക്കണം അത്ര. അതൊക്കെ അങ്ങ് കൈവച്ചാൽ മതി. ജനാധിപത്യ രാജ്യത്തിൽ ഈ നാട്ടിലെ നികുതിപ്പണം കൊണ്ട് ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥർ ഏതെങ്കിലും രാഷ്ട്രീയം കളിക്കാൻ വരുന്നിടത്ത് പ്രതിഷേധമുണ്ടാകും. അതിൻ്റെ പേരിൽ ചില അനിഷ്ട സംഭവങ്ങൾ അങ്ങനെ കണ്ടാൽ മതി. ആ അനിഷ്ട സംഭവങ്ങൾ നല്ലതാണ് എന്നൊന്നുമല്ല പറയുന്നത്. ആ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി. ആ ഉണ്ടായതിൽ IP ബിനു എന്ന വ്യക്തി എൻ്റെ സുഹൃത്തു കൂടിയാണ്. അതിൽ പറയുന്നതിലൊന്നും എനിക്ക് യാതൊരു നാണക്കേടുമില്ല. ആ വ്യക്തിക്ക് ഒരു കേസിൽ പെട്ടതുകൊണ്ട് ഞാൻ എങ്ങനെ എസ്കേപ്പ് അടിക്കാൻ വേണ്ടി തള്ളി പറയുന്ന സ്വഭാവവും ഇല്ല. എനിക്ക് പരിചയമുള്ള എൻ്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള വ്യക്തി അതിൽ കോഴിമുട്ട എറിയുന്ന ദൃശ്യം പുറത്തേക്ക് വന്നു. കോഴിമുട്ട എറിയുകൊണ്ട് ഈ ലോകത്ത് ആരും മരിച്ചതായിട്ടുള്ള ചരിത്രമില്ല. അതുകൊണ്ട് ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി ഒരു സഖാവ് എന്താണോ പ്രവർത്തിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ആ പ്രതിഷേധം അങ്ങനെ രേഖപ്പെടുത്തി. ആ രേഖപ്പെടുത്തൽ എന്തോ മഹാ അപരാധമായി ചിത്രീകരിക്കുകയാണ്. അദ്ദേഹത്തെ കഴിഞ്ഞ 2 ദിവസമായിട്ട് എന്തോ കൊടും കുറ്റകൃത്യം ചെയ്ത രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. ഇതൊക്കെ ഈ നാട്ടിൽ കേരള പോലീസിന് നേരെ പ്രതിഷേധത്തിലും സമരത്തിലും അക്രമം അഴിച്ചുവിട്ട മഹാന്മാരൊക്കെ ഇരുന്ന് തള്ളിവിടുന്ന കാണുമ്പോഴൊക്കെ ചിരിക്കാതെ എന്ത് ചെയ്യാനാണ്. അതുകൊണ്ട് IP ബിനു ചെയ്ത പ്രവർത്തനങ്ങൾ ഒരു പ്രസ്ഥാനത്തെ രാഷ്ട്രീയം കളിച്ച് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി അവർ അവരുടെ കൈവശമുള്ള അന്വേഷണ ഏജൻസിയെ അവർ ഒരു ടൂളാക്കിയിട്ട് വ്യക്തികളെ ഇല്ലായ്മ ചെയ്യാനോ വ്യക്തികളെ ഈ സമൂഹത്തിന്റെ മുന്നിൽ ഇകഴ്ത്താൻ വേണ്ടി കള്ളക്കഥകൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കാൻ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. 248 അക്കൗണ്ട് വീണ വിജയന്റെ കൈവശം ഉണ്ടായിരുന്നു എന്നാണ് പ്രചരണം. അതിലൂടെ 18 കോടി രൂപ. അതായത് ഈ മാധ്യമങ്ങളുടെ വാർത്തയെ കാണുള്ളൂ, ഇതിനൊന്നിനും ഒരിക്കലും ഒരു തെളിവ് പുറത്തേക്ക് വരില്ല. നിങ്ങൾ ഈ അടുത്ത കാലത്ത് അറിയാൻ പറ്റും, ഒരു പ്രമുഖ വ്യവസായി ആത്മഹത്യ ചെയ്യേണ്ടി വന്നു EDയുടെ ചോദ്യം ചെയ്യലിന്.